ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനാ ദൈവമേ എന്റെ മനസ്സിനെ കൈവിട്ട് പോകുന്ന? ഇതൊക്കെ പാടില്ലാത്തതല്ലേ? ഇല്ല മാഡം, ഞാൻ പറയില്ല. എന്നാ പിന്നെ ശരി, ഞാൻ ഇറങ്ങുക. സുമിത്രേ വന്നേ. നിർമ്മലെ, ഇവരാരും വിശ്വസിച്ചില്ലെങ്കിലും സത്യം നീ മനസ്സിലാക്കണം. ഗാഥയാണെന്നും പറഞ്ഞ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് യഥാർത്ഥ ഗാഥയല്ല. യഥാർത്ഥത്തിലുള്ള ഗാഥ വേറെവിടെയോ കറങ്ങി നടക്കുകയാണ്. ആ കറങ്ങി നടക്കുന്ന ഗാഥയും ഇവിടെ ഇരിക്കുന്ന ഗാഥയും ചേർന്ന് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. നീ ഞാനും കാണുന്നതൊക്കെ സത്യമാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ? അച്ഛൻ ഇനി ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ ഇന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് പുറത്താവും. വാ അമ്മേ. എന്നാലും ആ ഗാഥ എവിടെ പോയി? ആവിയായി പോയാ? അമ്മാവൻ പറഞ്ഞത് സത്യോ? പിന്നല്ലാതെ. അതെ, സത്യത്തിൽ ഗാഥ ഒന്നല്ല. ശരിക്കും 3 ഗാഥയുണ്ട്. ഒന്ന് ഇവിടെയുള്ള ഗാഥ, 2 അമ്മാവൻ പൂട്ടിയിട്ട ഗാഥ, 3 കറങ്ങി നടക്കുന്ന ഗാഥ. ഒന്ന് ഞാൻ കണ്ട ഗാഥ, പിന്നെ മറ്റൊന്ന് കറങ്ങി നടക്കുന്നത്. അപ്പൊ മാണിക്കുഞ്ഞ് പറഞ്ഞ 3ാമത്തെ ഗാഥ ആര്? കൺഫ്യൂഷൻ ആയല്ലോ. പൊള്ളില്ലല്ലോ. ഭാഗ്യം, ഒന്നും പറ്റിയില്ല. ഞാൻ വല്ലാതെ പേടിച്ചുപോയി. ഒന്നും പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇത്ര ഭക്തിയോടെ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഠിനമായൊരു വ്രതം ഏറ്റെടുക്കാൻ വേറെ ആരും മനസ്സ് കാണിക്കില്ല, എന്റെ കഥയല്ലാതെ. പേടിക്കണ്ട കേട്ടോ. താനീ ബുദ്ധിമുട്ടുന്നതിനൊക്കെ പകരമായിട്ട് ഞാൻ തന്നെ സ്നേഹിച്ചോളാം. അയ്യോ, വ്രതമല്ലേ? എത്രയും പെട്ടെന്ന് വ്രതം അവസാനിക്കട്ടെ. എന്നിട്ട് ഇപ്പൊ ഈ കൈ തന്നത് ചേർത്ത് പിടിച്ച് ഞാൻ കവളിത്തരാം. ഓക്കെ? ദൈവമേ, തെറ്റാണ്. ഈ സ്നേഹം എനിക്ക് വിധിച്ചതല്ല, ഇത് ഖാദിയുടേതാ.
ഓ എന്തിനാ ദൈവമേ എന്റെ മനസ്സിൽ നിന്ന് കൈവിട്ട് പോകുന്ന ഇതൊക്കെ പാടില്ലാത്തതല്ലേ? ശോ. നിർമ്മലേ, നിനക്ക് എന്നോടൊന്നും തോന്നല്ലേ? ഞാൻ കരുതി കൂട്ടിയതൊന്നും ചെയ്തതല്ല. ഞാൻ പറയുന്ന ഒന്നും നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു ഉദയേട്ടൻ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ലെന്ന്? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ലടി മോളെ, നിന്റെ അമ്മയ്ക്ക് ഇതെന്തു പറ്റി? എന്താ ഉദയേട്ടാ, നിങ്ങൾ ഓടിച്ചാടി നടക്കുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു വീഴ്ച വന്നാലേ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ചങ്കെടുത്ത് കാണിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. എനിക്ക് വിശ്വാസമാണ് നിർമ്മലെ, നിന്നെ എനിക്ക് 100% വിശ്വാസമാണ്. ഉദയേട്ടാ, ഉദയേട്ടന് ഈ 2 ഗാഥയുണ്ടെന്ന് പറയുന്നത് അത് ശരിക്കും സത്യാണോ? നിർമ്മലെ, ചോദിച്ച് അവസാനം എനിക്ക് വട്ടാണെന്ന് പറയാൻ വേണ്ടിയല്ലേ? അല്ല ഉദയേട്ടാ, എന്റെ കയ്യിലും ചില തെളിവൊക്കെ ഉണ്ട്. അല്ല, അതെന്ത് തെളിവാമേ? ഇന്നാളെ ഗാഥയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ആ കോൾ വിളിച്ച ആളുടെ പേരെന്താണെന്നറിയോ? അതും ഗാഥ. വല്ലതും മനസ്സിലായോ? അതെങ്ങനെയാമേ ഗാഥയുടെ ഫോണിലേക്ക് ഗാഥ വിളിക്കുന്നേ? ആ, അതാ ഞാൻ പറഞ്ഞ. അങ്ങനെ ചില മറിമായങ്ങളൊക്കെ ഈ കുടുംബത്തിനകത്ത് നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിലൊന്നാ നിന്റെ അച്ഛൻ ഇപ്പൊ പറഞ്ഞത്. നിർമ്മലെ, ഗാഥ 2 പേരുണ്ട്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ആ, ഒരുത്തിയും കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ വേറൊരുത്തി. നീ ഒന്ന് മിണ്ടാതിരിക്കടി. ഉദയേട്ടൻ പറ. ആ, ഒരുത്തിയെ ഞാൻ പിടിച്ചു പൂട്ടിയിട്ടതാ. വേറൊരുത്തി എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയോ ആ ബഹളത്തിനിടയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് താക്കോല് താഴെ വീണുപോയി. ആരോ അതെടുത്ത് തുറന്ന് അവളെ പുറത്തിറക്കി വിട്ടു. ഉറപ്പല്ലേ? എന്റെ നിർമ്മലെ, എനിക്കതിൽ ഒരു സംശയമില്ല. ആദ്യം മുതലേ ഉദയേട്ടൻ ഇത് പറയുന്നുണ്ട്. നവീന്റെ ഗാഥയുടെ കല്യാണം നടന്ന ദിവസം സിത്താര ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഞാൻ അത് വഴി പോയി. അപ്പൊ സിത്താരയുടെ ഫോണിലെ ഗാഥയുടെ വീഡിയോ കോൾ ആയിരുന്നു. ആ. കൃഷ്ണ